ബുദ്ധിമാനായ മുയലും അഹങ്കാരിയായ സിംഹവും. ഒരു കാട്ടിൽ ഒരു ദുഷ്ടനായ സിംഹം താമസിച്ചിരുന്നു. അവൻ കാട്ടിലെ മൃഗങ്ങളെല്ലാം വെറുതെ പിടിച്ച് ഭക്ഷിക്കുമായിരുന്നു. ആ കാട്ടിലെ മൃഗങ്ങളെല്ലാം വളരെ ഭയന്നാണ് ജീവിച്ചിരുന്നത്. ഒരിക്കൽ അവർ ഒരുമിച്ച് സിംഹത്തെ കാണുവാൻ ചെന്നു. പ്രഭു, അങ്ങ് ഞങ്ങളെ വെറുതെ വേട്ടയാടരുത്, എന്നാലേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാൻ പറ്റൂ. അങ്ങാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. അങ്ങ് തന്നെ ഞങ്ങളെ ഒന്ന് ഭക്ഷിക്കുന്നത് ഒട്ടും ശരിയല്ല. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഓരോ ദിവസവും ഓരോ മൃഗത്തെയും അങ്ങേക്ക് ഭക്ഷണമായി തന്നുകൊള്ളാം. സിംഹത്തിന് അവരുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടു. അന്നു മുതൽ ഓരോ മൃഗവും സിംഹത്തിന്റെ ഗുഹയിൽ ഇരയായി ചെന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു മുയൽക്കുട്ടനായിരുന്നു അന്നത്തെ ഇര. മുയൽക്കുട്ടൻ വല്ലാതെ ദുഃഖിച്ചു. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം മുയൽക്കുട്ടൻ തീരുമാനിച്ചു. സിംഹത്തിന്റെ മുമ്പിൽ വളരെ വൈകിയാണ് അവൻ എത്തിയത്. വിശന്നു വലഞ്ഞ സിംഹം വളരെ ദേഷ്യത്തിലായിരുന്നു. നീ എന്താ ഇത്രയും വൈകിയത്? എത്ര നേരമായി ഞാൻ വിശന്നിരിക്കുന്നു. സിംഹം മുയലിനെ ശകാരിച്ചു. അപ്പോൾ മുയൽ പറഞ്ഞു, ഞാൻ ധൃതിയിൽ വരികയായിരുന്നു. വഴിയിൽ മറ്റൊരു സിംഹം എന്നെ പിടിച്ചു തിന്നുവാൻ നോക്കി. ഞാൻ ഒരു വിധമാണ് രക്ഷപ്പെട്ടു വന്നത്. എന്ത്, എന്റെ കാട്ടിൽ മറ്റൊരു സിംഹമോ? ഇപ്പോൾ തന്നെ ഞാൻ അവനെ ശരിയാക്കും. സിംഹം അലറി. എവിടെയാണ് അവൻ? സിംഹം ചോദിച്ചു. ഞാൻ കാണിച്ചു തരാം പ്രഭു. അവർ ഒരു ആഴമുള്ള കിണറ്റിന്റെ അഴകിലെത്തി. ആ സിംഹം ഈ കിണറ്റിലാണ് ഒളിച്ചിരിക്കുന്നത്, മുയൽ പറഞ്ഞു. ഉടനെ സിംഹം കോപത്തോടെ കിണറ്റിന്റെ ഉള്ളിൽ നോക്കി. തെളിഞ്ഞ വെള്ളത്തിൽ തന്റെ രൂപം സിംഹം കണ്ടു. കോപത്തോടെ സിംഹം അലറി. അപ്പോൾ കിണറ്റിലെ തന്റെ രൂപവും അതുപോലെ അലറി. ധിക്കാരി, എന്നെ പോലെ നീയും അലറുന്നോ എന്നും പറഞ്ഞ് കിണറ്റിൽ ഒറ്റ ചാട്ടം. മണ്ടനായ സിംഹം കിണറ്റിൽ മുങ്ങി താന്നു. അങ്ങനെ സിംഹം ചത്തുമലച്ചു. മുയൽക്കുട്ടൻ സന്തോഷത്തോടെ മടങ്ങി പോകുകയും ചെയ്തു. ഗുണപാഠം: ബുദ്ധിയാണ് ബലം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.